ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ജർമ്മനിയിലൊരു അപ്പാർട്ട്മെൻറ്റ് ടൂറാണ് കാണിക്കുന്നത്. ഇതെൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് കയറി ചെല്ലുമ്പോൾ കാണുന്നൊരു വ്യൂ ആണ്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ കാണുന്നതാണ് ഷൂ വെക്കുന്നതും ജാക്കറ്റ് ഹാങ് ചെയ്യുന്ന സ്ഥലം. ഇനി നേരെ ലിവിങ് റൂമിലോട്ട് പോകാം. ലിവിങ് റൂമിൽ ഒരു എക്സസൈസ് സൈക്കിളൊക്കെ വെച്ചിട്ടുണ്ട്. ഡൈനിങ് ഏരിയ ആണ് അത് ഞങ്ങൾ കാണുന്നത്. പിന്നെ ഒരു TV, അത് വർക്കിംഗ് സ്റ്റേഷനാണ് അവിടെ കാണുന്ന കോർണറിൽ. ഇതിൻ്റെ ഒരു സോഫയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് മൊത്തത്തിൽ ലിവിങ് റൂമിൻ്റെ ഒരു ലുക്ക്. പിന്നെ ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോഴാണ് ബാൽക്കണി കൊടുത്തിട്ടുള്ളത്. ബാൽക്കണി തുറന്ന് നോക്കുമ്പോൾ അവിടെ നമ്മൾ ചെറുതായിട്ടൊരു പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് പ്ലാന്റ്സ് ഒന്നും അധികം വെച്ചിട്ടില്ല. പിന്നെ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ രണ്ടുപേരും ചായയൊക്കെ കുടിക്കുന്നത്. ഇനി ലിവിങ് റൂമിലോട്ട് കയറി ചെല്ലുമ്പം ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ സ്റ്റൈലിലാണ് വെച്ചിരിക്കുന്നത്. കിച്ചണിൽ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയൊരു ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്, അതുപോലെ ഓവനുണ്ട്, പാത്രം കഴിയുന്ന ഡിഷ് വാഷറും ഉണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലാണ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂം കണ്ടാലോ, ബെഡ്റൂമിലൊരു വലിയൊരു മിററൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്ഥലം കുറവായതുകൊണ്ട് കബോർഡുകളൊന്നും വെച്ചിട്ടില്ല. നമ്മളൊരു ചെറിയ രീതിയിലാണ് ഡ്രസ്സൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ ബെഡിൻ്റെ താഴെയായിട്ട് നമുക്ക് സ്റ്റോറേജ് കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ നമ്മൾ ഡ്രസ്സൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് വർക്കിംഗ് സ്റ്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതാണ് മൊത്തത്തിലുള്ളൊരു വ്യൂ. ലിവിങ് റൂമിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഉള്ള വ്യൂ ഇങ്ങനെയാണുള്ളത്. നമ്മുടെ ഈവനിങ് ടൈമിലൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ TV ഒക്കെ കാണുന്നതും ചായയൊക്കെ ഇടയ്ക്ക് കുടിക്കുന്നതൊക്കെ ഇവിടെ ഇരുന്ന്. ഇനി നമുക്ക് ബാത്റൂം കണ്ടാലോ. അപ്പം നമ്മൾ നേരെ കയറി വന്നതിൻ്റെ റൈറ്റ് സൈഡിലാണ് നമുക്ക് ബാത്റൂം കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബാത്റൂമിൻ്റെ ഒരു ഓവറോൾ ലുക്ക്. ഇവിടെ പിന്നെ ടബ്ബാണുള്ളത്. ഷവർ ഏരിയ ആയിട്ട് സെപ്പറേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.